നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്വിസ് റോളാണ്. ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാം. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ മിക്സിയിൽ ബാറ്റർ തയ്യാറാക്കിയിട്ട് ദോശക്കല്ലിലാണ് നമ്മൾ ഈ സ്വിസ് റോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കൂസ്റ്റൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്വിസ് റോൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുമ്പം 60 ഗ്രാമാണുള്ളത്. ഒരു 8 ടേബിൾ സ്പൂൺ മൈദയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അളവുകളൊക്കെ കുറച്ച് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. കേക്കിനെ പോലെയല്ല. കേക്ക് തന്നെ നമ്മൾ പറയും അളവ് കറക്റ്റ് ആയിരിക്കണം എന്ന്. പക്ഷേ ഈ സ്വിസ് റോൾ ഉണ്ടാക്കുന്ന സമയത്ത് അളവുകളൊക്കെ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, അതായത് 1/8 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരാനാണ്. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്വിസ് റോളിന് വേണ്ട കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിലല്ല കേട്ടോ. നമ്മൾ സാധാരണ കേക്ക് ട്രേ വെച്ചിട്ട് അതിലുമല്ല, ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ ദോശക്കല്ലിലാണ്. അപ്പോൾ ഇത് എല്ലാവരുടെ അടുത്തും വലിയ പാൻ ഉണ്ടാവില്ല. വലിയ പാൻ ഉള്ളവർ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ വേറെ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് ചെയ്താൽ മതി. അതില്ലാത്തവർ ഇതുപോലെ നോൺ സ്റ്റിക്കിന്റെ ദോശക്കല്ല് മിക്കവാറും എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ചെയ്താൽ മതി. ഇതിപ്പം 10 ഇഞ്ചിന്റെ പാനാണ് കേട്ടോ. ഇത് ഈ ഒരു താഴ്ഭാഗമാണ് കേട്ടോ 10 ഇഞ്ചുള്ളത്. ഇപ്പൊ 9 ഇഞ്ചിന്റെ ആയാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ കുറവാണെങ്കിൽ ഇതിന്റെ ആ ബാറ്ററിന്റെ പകുതി എടുത്തിരുന്നാൽ മതി. ഇനി എല്ലാവരുടെ അടുത്തും ദോശക്കല്ലിന്റെ ഈ പാകത്തിനുള്ള അടപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിരുന്നാലും മതി കേട്ടോ. പ്ലേറ്റ് വെച്ചാൽ ഒരു പ്രശ്നം, നമുക്ക് തുറക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ട് മറ്റേ പതുക്കെ ഒന്ന് തുറന്നാൽ മതി. എൻ്റെ അടുത്ത് പക്ഷേ ഇതിനെ പറ്റിയൊരു അടപ്പുണ്ട്. അപ്പൊ അതാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇനി നമുക്ക് ഈ ദോശക്കല്ല് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ തേച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് നമ്മൾ ഒട്ടും തന്നെ ക്രിസ്പി ആയി പോകാൻ പാടില്ല കേക്ക്. നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഓയിൽ തേച്ചിട്ടില്ല. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ബീറ്റർ ഉള്ളവർ ബീറ്റർ കൊണ്ട് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക, കുറച്ചും കൂടെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്യാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലേക്ക് ആക്കി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതും ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഏത് ഫ്ലേവറിലെ ഓയിലായാലും കുഴപ്പമില്ല. ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടില്ലേ, അതിട്ട് കൊടുക്കാം. അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യാനേ പാടുള്ളൂ. ഇപ്പം അത് വിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാണ്. ഇപ്പം ഞാനിതാ ഒരു പഴയ നോൺ സ്റ്റിക്കിന്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ട് തന്നെ അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച ദോശക്കല്ല് വെച്ച് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കൂടുതൽ വെക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ അടിഭാഗം ക്രിസ്പി ആയി പോകും. ഒരു 15 മിനിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. കാരണം തീയുടെ ചൂടിനനുസരിച്ച് ചിലപ്പം 20 മിനിറ്റിന് മുമ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കിയിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് അതേപോലെ തന്നെ അങ്ങ് അടച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് അങ്ങ് തുറന്ന് കുത്തി നോക്കി അങ്ങ് അടച്ചു വെച്ചാൽ മതി. അതവിടെ ആവട്ടെ. ആ സമയത്ത് നമുക്ക് ജാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ജാം വേണേലും എടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ മിക്സഡ് ഫ്രൂട്ട് ജാം ആയിരിക്കും ഇഷ്ടം. പിന്നെ കാണാനും ഒരു ഭംഗി അതാണ്. പിന്നെ പൈനാപ്പിൾ ജാം ആയാലും ഏതായാലും കുഴപ്പമില്ല. അത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിങ്ങനെ തന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ തേക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുമ്പോഴത്തേക്ക് അത് കുറച്ചങ്ങോട്ട് ലൂസായി കിട്ടും. അപ്പോൾ ആ ലൂസായി കഴിയുമ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ്.
അപ്പോൾ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും തന്നെ അത് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൂസായാൽ മതി. ഇത് മതി. ഇത് നമുക്കവിടെ മാറ്റിയേക്കാം. ഇപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് എടുക്കാം. ഇത് നമ്മൾ ചൂടോടുകൂടി തന്നെ റോൾ ചെയ്യണം. ഒരുപാട് സമയമൊന്നും വെച്ചേക്കരുത്. ഇപ്പം ഞാനിത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇങ്ങ് ഇളകി ഇങ്ങ് വരും കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനും കൂടി ഇല്ലേ. ഇനി നമുക്കിത് സൈഡ് ഒന്ന് കട്ട് ചെയ്യാം. ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം. എന്നാലേ നമുക്ക് റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് ആ സൈഡിലുള്ള പീസ് അങ്ങ് എടുത്ത് മാറ്റി വെക്കാം. ഈ സൈഡിലുള്ള പീസൊക്കെ എടുക്കുമ്പോൾ തന്നെ തീരും കേട്ടോ. നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. എടുത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് ബട്ടർ പേപ്പറോട് കൂടി തന്നെ ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് റോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വെച്ച് ഈ ജാം തേച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ജാം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഇങ്ങനെ തെറിച്ച് പുറത്തോട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യേണ്ട. കുറച്ച് മാത്രം ഒരു തിൻ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. ഈ ജാം തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല ഇങ്ങനെ തേങ്ങാപ്പീരിയൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇടുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ എല്ലാവരുടെ അടുത്തും ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജാം തേച്ചിട്ടുണ്ട്. പതുക്കെ ബട്ടർ പേപ്പർ ബാക്കോട്ട് ആക്കിയിട്ട് ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് പിന്നെയും ബട്ടർ പേപ്പറോട് കൂടി തന്നെ പതുക്കെ അത് റോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബട്ടർ പേപ്പറിലേക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ആ ബട്ടർ പേപ്പറിൽ തന്നെ വെച്ചാൽ മതി. റോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈറ്റായിട്ട് രണ്ട് സൈഡും ഒന്ന് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വിസ് റോളൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. നല്ല സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആ സൈഡിലത്തെ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആദ്യം അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലെന്നുള്ളൂ. കഴിക്കാനൊക്കെ ഇപ്പം തന്നെ വയറ്റിലേക്ക് പോയിക്കൊള്ളത്. ഒന്ന് കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജാമൊക്കെ വെച്ചത് കുറച്ചധികമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചൊന്ന് പുറത്തോട്ട് തെറിച്ച് വരും. കുഴപ്പമൊന്നുമില്ല. എന്നാലും പറഞ്ഞൊന്നേ ഉള്ളൂ. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഒന്നുകൂടെ കട്ട് ചെയ്യാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നമ്മളിപ്പോൾ ഇത് ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും പറയുമോ? പിന്നെ ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സാധാരണ കേക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 250 ml കപ്പിലെടുത്താലും 240 ml കപ്പിലെടുത്താലും വലിയൊരു പ്രശ്നമൊന്നും വരില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ഈ നമ്മൾ ഈ സ്വിസ് റോൾ ഉണ്ടാക്കുന്ന സമയത്ത് മെഷർമെന്റ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചുരുട്ടി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വെച്ചാൽ കുറച്ച് പോലും ക്രിസ്പി ആവരുത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മെഷർമെന്റ് ടേബിൾ സ്പൂണിലും കൂടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ആവുമ്പോൾ എളുപ്പമാണല്ലോ ചെയ്യാനായിട്ട്. ഇപ്പം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതിൻ്റെ ആ പുറമൊക്കെ കണ്ട സ്വിസ് റോളിൻ്റെ ആ ഒരു കേക്കിൻ്റെ പുറംഭാഗം ഒന്നും ഒട്ടും കളർ മാറിയിട്ടില്ല. അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ ആ ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ എടുക്കണം. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോട്ടോ. നല്ല സോഫ്റ്റ് ആട്ടോ കേക്ക്. നമ്മളിപ്പോൾ അത് മിക്സിയിലാണ് അടിച്ചതെന്നൊന്നും പറയുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഞാൻ കഴിക്കട്ടെ. നല്ല സോഫ്റ്റ് കേക്കാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. കാരണം മിക്സഡ് ഫ്രൂട്ട് ജാം ആണല്ലോ ഉള്ളിലിരിക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും മിക്സഡ് ഫ്രൂട്ട് ജാം ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കുമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ. തലേ ദിവസം രാത്രി പെട്ടെന്ന് മിക്സിയിലടിച്ച് ദോശക്കല്ലിൽ ഒഴിച്ച് ഒന്ന് ചുരുട്ടി വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി സ്വിസ് റോൾ റെഡിയായി. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. എളുപ്പത്തിൽ തന്നെ കഴിയും. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു സ്വിസ് റോളാണ് കേട്ടോ. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.